എല്ലാവർക്കും സാൾട്ട് ആൻഡ് കാമ്പർ ചാനലിലേക്ക് സ്വാഗതം. കീം 2025 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയുടെ സ്കോർ സിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ കാണാവുന്നതാണ്. നോർമലൈസ്ഡ് സ്കോർ എന്ന് പറഞ്ഞാൽ വിവിധ ദിവസങ്ങളിലായിട്ടാണ് എഞ്ചിനീയറിംഗ് പരീക്ഷയും അതേപോലെ ഫാർമസി പരീക്ഷയും നടന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും നോർമലൈസ്ഡ് സ്കോർ, രണ്ടും എഴുതിയവരാണെങ്കിൽ രണ്ടിൻ്റെയും നോർമലൈസ്ഡ് സ്കോർ കാണാം. ഒന്ന് മാത്രം എഴുതിയവരാണെങ്കിൽ അവർക്ക് ഏതാണോ എഴുതിയ അതിൻ്റെ നോർമലൈസ്ഡ് സ്കോർ കാണാം. വിവിധ ദിവസങ്ങളിൽ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നോർമലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഓരോ ദിവസത്തെയും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും അതേപോലെ അതിൽ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ഇതൊക്കെ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടിക്ക് 300 കിട്ടുന്ന സ്കോറാണ് നോർമലൈസ്ഡ് സ്കോറായിട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്കോറ് നിങ്ങളുടെ നേരത്തെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത സ്കോറുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. ഏകദേശം സെയിം തന്നെ ആയിരിക്കും. പിന്നെ വളരെ വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ പരിശോധിക്കുക. ഇനി കീമിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് PCM മാർക്ക് അപ്ലോഡ് എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ PCM മാർക്കും കൂടി അപ്ലോഡ് ചെയ്തതിന് ശേഷം അതും സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം രണ്ടും കൂടെ ഈക്വൽ വെയിറ്റേജ് നൽകിക്കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിനെപ്പറ്റിയുള്ള അത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയുടെ പറഞ്ഞു തരാം. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നോർമലൈസേഷൻ നടത്തിയതെന്നുള്ളത്, അതായത് കറക്ഷൻ ഫാക്ടറിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നതെന്നുള്ളതും മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.